നമസ്കാരം. ഞാൻ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പുസ്തകം എഴുത്തിലാണ് അശ്വത്ഥാമാവ്, മറ്റേത് ശകുനിയും ദുര്യോധനനുമാണ്. മഹാഭാരതം നമ്മൾ മുഴുവൻ റെഫർ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, അന്ന് എന്തിനാണോ അധികാരത്തിന് വേണ്ടും അവകാശപ്പെട്ടതിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അധർമ്മങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും 5000 വർഷം കഴിഞ്ഞിട്ടും അതിപ്പോഴും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരാളുടെ 2 പേര് തമ്മിലുള്ള കേസ്, ഭൂമി സംബന്ധമായ തർക്കം. പിതാവും മാതാവും ഉണ്ടായിരുന്നു. മാതാവ് നേരത്തെ മരിച്ചു. പിതാവ് മരണത്തിന് മുമ്പ് എല്ലാവർക്കും ഒക്കെ എഴുതി വെച്ചു. അപ്പോൾ രഹസ്യമായിട്ട് മറ്റൊരു എണ്ണം ഉണ്ടാക്കി, ഒരു വിൽപ്പത്രം ഉണ്ടാക്കി. എന്തായാലും കഴിഞ്ഞ 10-15-20 വർഷമായിട്ട് ഇത് ഇവർക്ക് ആർക്കും അനുഭവിക്കാൻ പറ്റാതെ ഭീകരമായ ശത്രുതയിലാണ്. ഒരാൾ മറ്റേ കണ്ട കൊല്ലും എന്ന് തന്നെ മറ്റേ ഇവിടെ വന്ന ആൾ പറയുന്നു, ഞാൻ അവനെ കൊല്ലും, എനിക്ക് ജീവിതം വേണ്ട, എന്തായാലും പോയി അനുഭവിക്കാൻ പറ്റില്ല, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഭീകരമായിട്ടുള്ള ഈ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഞാനിങ്ങനെ ചിന്തിച്ചു. എല്ലാവരുടെയും ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഒരുപാടുണ്ട്. വിവാഹം കഴിഞ്ഞാൽ സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കലിയുഗത്തിൽ ഇതെല്ലാം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇതിനൊന്നും പരിഹാരമില്ല. എന്ത് പരിഹാരം പറഞ്ഞാൽ മറ്റവനെ ശത്രു സംഹാരം ചെയ്തു, ആഭിചാരം ചെയ്തു, അപ്പോൾ എന്നെ കിടത്തും, ഞാൻ അവനെ ഇങ്ങനെ കിടത്തും. ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജീവിതം ഹോമിച്ച് കളയുകയല്ലേ ചെയ്യുന്നത്. ജീവിതം ഹോമിച്ച് കളയാണ്. ഒരു വസ്തുവിലാണെങ്കിൽ ഒരാളൊരു വീട് വെച്ചു, ആ വസ്തു വീട് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ കള്ളപ്രമാണമാണ്, അതിൻ്റെ വിൽപ്പത്രം പ്രമാണം. അപ്പോൾ മനുഷ്യർ എവിടെയാണ് സത്യസന്ധത എന്നറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് കാലത്തിൻ്റെത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു വീട് സ്ഥലവും സൗഹൃദം ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോണത്. കലിയുഗമല്ലേ. സത്യയുഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ പുതിയ അവതാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട എല്ലാ അനിഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ തന്നെ നമ്മൾ നേടിയാലും മനസമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ജീവിതമാണ്? അതുകൊണ്ട് മനസ്സമാധാനം കിട്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അമ്പലത്തിൽ പോയി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തിയിട്ടും ക്ഷേത്രം 24 മണിക്കൂറും ലളിത സഹസ്രവും വിഷ്ണു സഹസ്രവും വായിച്ചിട്ടും മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ഞാൻ 24 മണിക്കൂർ ഞാൻ അമ്പലത്തിലുണ്ട്, എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സ്വാമി എനിക്ക് മനസ്സമാധാനമില്ല, കുട്ടികൾക്ക് ജോലിയൊന്നും ഇല്ലാണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ ജപിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലർക്ക് അതിന് ആത്മസംതൃപ്തി, അത് മനസ്സിൻ്റെ ശാന്തി കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്യാം. പക്ഷെ കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ പൂർവികമായിട്ടുള്ള പൂർവ്വജന്മത്തിലുമൊക്കെ കാര്യങ്ങളെല്ലാം ഈ ജന്മത്തിൽ വന്നു ചേരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്തി കൊണ്ട് മാത്രം ഒരു ജീവിതം പൂർണ്ണമാകില്ല എന്നും, ഭക്തി നല്ലതാണ്. മനസ്സിൻ്റെ സ്വയം ആത്മീയമായിട്ടുള്ള ആത്മജ്ഞാനം നമുക്കുണ്ടാകുന്നതും ആ ആത്മജ്ഞാനത്തിന് വേണ്ട ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ മനുഷ്യനുണ്ടാകുന്ന സ്പർദ്ധയും ഭൂമിയോടുള്ളതും പിന്നെ ഭൗതികമായിട്ടുള്ള ഭ്രമങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടുള്ളൂ. സമ്പത്തെന്ന് പറയുന്ന ശാന്തിയാണ്, അല്ലേ? നമുക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ സംഘർഷം വരുമ്പോൾ എന്ത് പറ്റും? തലച്ചോറ് അഗ്നിയാകുമ്പോൾ എന്ത് പറ്റിയാണ്? നമ്മുടെ തലച്ചോറുള്ള നാഗങ്ങൾ മുഴുവൻ ചത്തുപോകും. 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പ് മുഴുവൻ രോഗാവസ്ഥയാവും. അതുകൊണ്ട് സമാധാനവും ശാന്തിയും കിട്ടുന്ന മാർഗ്ഗങ്ങളും എപ്പോഴാണ് നമുക്ക് സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും, കടബാധ്യതകളില്ലാതെ ജീവിക്കാൻ പറ്റും, ഒരുപാട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വളഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാലുണ്ടാകുന്ന ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയും, ബിസിനസ്സിൽ ഇറങ്ങുന്ന ഒരു പലിശക്കെടുത്ത് ഒന്നും ചെയ്യരുത്, രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്തും ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ വരുമരായികളെക്കുറിച്ച് ചിന്തിച്ചുമൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ നടത്തണം. ഒന്നിനോടും ഭ്രമാത്മകമല്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നും, ഇതെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോയേ പറ്റുള്ളൂ, വെറും കൈയോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മളെപ്പോഴും ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്കും സംഘർഷങ്ങൾ കൊടുക്കാതെ സമാധാനവും ശാന്തിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.